ശബരിമലയിൽ അടുത്ത കാലത്ത് ഉയർന്നു വന്ന ദ്വാരപാലകരെ പൊതിഞ്ഞ സ്വർണം കാണുന്നില്ല എന്നുള്ള ഒരു ഗുരുതരമായ ആരോപണം ഇപ്പോൾ അന്വേഷണം നടത്തുന്നു എന്ന് സർക്കാർ പറയുന്നുണ്ട്. ഈ അന്വേഷണം എന്ന് പറയുന്നത് ഒരു പ്രഹസനമല്ല ഇപ്പോൾ നടക്കുന്നത് എന്നുള്ള ഒരു കാര്യം. ഈ ശബരിമലയിലെ സ്വർണത്തിന്, ഇപ്പോൾ കാണാതായി എന്ന് പറയുന്ന സ്വർണത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഇതൊരു പൊതുമുതലാണ്. രണ്ടാമത്, ഇത് ദൈവികത്വമുള്ള ഒരു പൊതുമുതലാണ്, സാധാരണ പൊതുമുതലല്ല, ദൈവികത്വമുണ്ട്, അതിന് സേക്രഡ്നെസ് ഉണ്ട്. മൂന്നാമത്, ഒരു ഭക്തനോ അല്ലെങ്കിൽ ഒരു ഭക്തരോ അവരുടെ ഭക്തിയുടെ ഭാഗമായിട്ട് നേർച്ചയായിട്ടും കാഴ്ചയായിട്ടും ശബരിമല സ്വാമി അയ്യപ്പന് സമർപ്പിച്ച ഒരു പൊതുമുതലാണ്, സ്വർണമാണ് ഇത്. അപ്പോൾ ഇത് പൊതുമുതലാണ്. രണ്ട്, ദൈവികത്വമുണ്ടതിൽ. അവിടെ ദ്വാരപാലകരെ അത് കവർ ചെയ്ത ശേഷം അതിൻ്റെ പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ദൈവികത്വം ആർജിച്ചു കഴിഞ്ഞു. മൂന്നാമത്, ഒരു ഭക്തൻ നൽകിയ ഒരു കാഴ്ചയാണ്, നേർച്ചയാണ്. അപ്പോൾ അത് സാധാരണ പൊതുമുതലല്ല. അത് വളരെ കാര്യക്ഷമമായിട്ട് സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം സ്റ്റേറ്റിനുണ്ട്, കേരള സർക്കാരിനുണ്ട്. കാരണം എല്ലാ പൊതുമുതലും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം, കടമ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മളുടെ കേരള സർക്കാരിനുണ്ട്. അവരതിനു വേണ്ടി ഒരു മന്ത്രി വരെ നിയമിച്ചിട്ടുണ്ട്, ഒരു ദേവസ്വം മന്ത്രി, പ്രത്യേകമായിട്ടൊരു മന്ത്രി വരെയുണ്ട്. അത് 2019 ശേഷമാണ് ഇത് കാണാതായതെന്ന് പറയുന്നു. 2019 വരെയുള്ള പല പത്രങ്ങളിൽ അതിൻ്റെ പടങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിന് മുമ്പ് എങ്ങനെയായിരുന്നു ദ്വാരപാലകരുടെ ശില്പം ഇരുന്നിരുന്നത്, 98 പൂശുന്നതിന് മുമ്പ്, സ്വർണ്ണം പാളികൾ വരുന്നതിന് മുമ്പ് ദ്വാരപാലകരുടെ ചിത്രം എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ ഓൾറെഡി പൊതുസമൂഹത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും തിരിമറി നടന്നിട്ടുണ്ട്, കളവ് നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഏകദേശം വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ഈ അമൂല്യമെന്ന് പറയുന്നത് ഒരു ദൈവികത്വം വന്നതുകൊണ്ട്, അത് ഒരു ഭക്തൻ്റെ നേർച്ച എന്നുള്ളത് കൊണ്ട് അത് അമൂല്യമാണ്. അത് കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സ്റ്റേറ്റിനുണ്ടായിരുന്നു. അത് സ്റ്റേറ്റ് അതിൽ വീഴ്ച വരുത്തിയിരിക്കുന്നു, ഗുരുതരമായ വീഴ്ച വരുത്തിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സ്വർണം ഇപ്പോൾ ഇൻറ്റേർണൽ വിജിലൻസ് ആണ് അന്വേഷിക്കുന്നത് പറയുന്നു. തീർച്ചയായിട്ടും ഇത്രയും അമൂല്യമായ ഒരു കാര്യം അന്വേഷിക്കേണ്ടത് ഈ സ്റ്റേറ്റിൻ്റെ ഒരു ഏജൻസിയുമല്ല. അതിൻ്റെ കാരണം, അടുത്ത കാലത്ത് തൃശ്ശൂരുള്ള അമ്പലത്തിലെ പൂരവുമായിട്ട് ബന്ധപ്പെട്ട് ചില ആക്ഷേപങ്ങളുണ്ടായപ്പോൾ ശ്രീ പിണറായി വിജയൻ സർക്കാരിൻ്റെ കീഴിലുള്ള ഏജൻസി അന്വേഷിച്ചിട്ട് ക്ലീൻ ചിറ്റ് നൽകിയത് ഒരു കോടതി തന്നെ എതിർത്തത് നമ്മൾ അറിഞ്ഞതാണ്. അപ്പോൾ ഈ പിണറായി വിജയൻ്റെ കീഴിലുള്ള അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ അതിന് ക്ലീൻ ചിറ്റായിരിക്കും നൽകാൻ പോകുന്നത്, അതിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളത് ആ ഒരു ക്ലീൻ ചിറ്റ് നൽകിയ തൃശ്ശൂരത്തെ പൂരത്തിൻ്റെ കാര്യത്തിലെ കോടതി പരാമർശങ്ങൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഈ അടുത്ത കാലത്ത് ഈ ദൈവികത്വമുള്ള സ്വർണം അവിടുന്ന് പോയതിൻ്റെ ഉത്തരവാദികൾ ദേവസ്വം മന്ത്രിമാരായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും അതിനുശേഷം ഇപ്പോൾ ഉള്ള വാസവനുമാണ് എന്ന് ഉള്ളതിൽ ഒരു സംശയമില്ല. കാരണം അവരുടെ ഉത്തരവാദിത്വം, അവരുടെ ചുമതല ഇതൊന്നും അറിയാതെ നടക്കില്ലല്ലോ. കാരണം അല്ലെങ്കിൽ അവർ രണ്ടുപേരും ഒരു കഴിവുമില്ലാത്തവരാണ് എന്ന് മുഖ്യമന്ത്രി കരുതി അവരെ ഇപ്പം തന്നെ പുറത്താക്കേണ്ടിയിരുന്നു. അപ്പോൾ അവരെ പുറത്താക്കാത്തത്തോളം കാലം ഇതിനൊരു കൂട്ടുത്തരവാദിത്വമുണ്ട്, ഞങ്ങളെല്ലാവരും അറിഞ്ഞുകൊണ്ടാണ് എന്നുള്ള ഒരു സന്ദേശമാണ് ഈ ഒരു സ്വർണ്ണപ്പാളി ഈ പോയതിൽ നമുക്ക് മനസ്സിലാവുന്നത്.